ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല നല്ല ടിപ്സുകളായിട്ടാട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ നമ്മുടെ കിച്ചൺ സിങ്കിൽ ഞാനൊരു കർപ്പൂരാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയിൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് സിങ്കൊക്കെ ക്ലീനാക്കി കിടക്കുമല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് സിങ്കിൽ പല്ലിയോ പാറ്റയോ കൂറൊക്കെ വീണ് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഇല്ലാതിരിക്കാനും മാത്രമല്ല നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ല് അനുഭവപ്പെടാനും വേണ്ടിയിട്ട് രാത്രിയിൽ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒരു കർപ്പൂരത്തിൻ്റെ ഒരു ഗുളിക രൂപത്തിലുള്ളത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത്. അത് മാത്രമല്ല ഈ സിങ്കിൻ്റെ ഹോൾസിലൂടെ വരുന്ന ജീവികളൊക്കെ എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പച്ചവെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു ആ വെള്ളത്തിലേക്ക് കുറച്ച് ഒരു 2 ഡ്രോപ്സ് ഉജാലയും കൂടെ ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു കനമില്ലാത്ത ഒരു എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അടപ്പിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലൂടെ ഒരു തിരിയും കൂടെ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടപ്പിടുന്ന സമയത്ത് വെയിറ്റ് ഇല്ലാത്ത അടപ്പ് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. വെയിറ്റ് ഉള്ളതാവുമ്പം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് മുട്ടി ഇറങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇല്ലാത്ത അടപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇതേപോലെ കുത്തി നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ ഒരു തിരിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള എസെൻഷ്യൽ ഓയിലോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്രോ സ്പ്രേ എന്തെങ്കിലും ഇതിലേക്ക് ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ പുകയ്ക്കുന്ന നമ്മൾ സന്ധ്യാസമയത്തൊക്കെ നല്ല സ്മെല്ലിനും വേണ്ടിയിട്ട് നമ്മൾ കത്തിച്ച് വെക്കുന്ന ആ ഒരു പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു തിരി ഇതേപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്ത് ഇതേപോലെ നമ്മൾ തിരി ഇങ്ങനെ കത്തിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റുക. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ടിട്ട് വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കണം. ഓയിലാണോ ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു തിരി കത്തുന്ന സമയത്ത്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് ആ ഒരു സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നല്ലൊരു ഭംഗിയും കൂടെ ആയിരിക്കും കേട്ടോ അതേപോലെ നമുക്ക് കത്തുന്ന സമയത്ത്. അപ്പം സന്ധ്യാസമയത്ത് എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ബാഡ് സ്മെല്ല് പോയി കിട്ടാൻ നല്ലൊരു ഭംഗി പോലെ ആയിരിക്കും കേട്ടോ അതേപോലെ കത്തുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ മെഴുകുതിരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പം കറണ്ടൊക്കെ കട്ട് ഉള്ള സമയത്ത് നമുക്ക് ഇതേപോലെ മെഴുകുതിരി കൂടുതൽ കാലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി എടുത്തിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു തണുത്ത മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് നമുക്ക് മെഴുകുതിരി പെട്ടെന്ന് തന്നെ ഉരുകി ഒലിക്കൂല കേട്ടോ. നല്ല കത്തും ചെയ്യും. മാത്രമല്ല അത് സാവധാനം മെഴുകുതിരി ഉരുകി ഒലിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കറണ്ട് പോകണ സമയത്തൊക്കെ ഇൻവേർട്ടറൊക്കെ ഇല്ലാത്തവരാകുമ്പം മെഴുകുതിരി തന്നെയാണല്ലോ ആശ്രയിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ മെഴുകുതിരി ഫ്രീസറിൽ വെച്ചിട്ട് കത്തിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കത്തി കിട്ടും കേട്ടോ. കത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കത്തി കിട്ടും ചെയ്യും. മാത്രമല്ല അത് നമ്മൾ ഒരു 10 മിനിറ്റ് കാമണിക്കൂറൊക്കെ കത്തുന്ന മെഴുകുതിരി ആണെങ്കിൽ നമുക്ക് ഒരു 3/4 മണിക്കൂർ വരെ നമുക്ക് ആ ഒരു മെഴുകുതിരി കത്തിത്തീരാനെടുക്കും കേട്ടോ. സാവധാനം കത്തിത്തീരുള്ളൂ, പെട്ടെന്നൊന്നും കത്തിത്തീരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മെഴുകുതിരി കത്തിക്കേണ്ടിടത്ത് നമുക്ക് ഒരു പകുതി മെഴുകുതിരിയൊക്കെ കത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ. അതേസമയം നമ്മൾ സന്ധ്യാസമയത്ത് കൊതുകിനുള്ള ചന്ദനത്തിരിയൊക്കെ ഇതേപോലെ കത്തിച്ച് വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ചന്ദനത്തിരി തീർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് നനയ്ക്കട്ടോ. ചന്ദനത്തിരി കത്തിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തിട്ട് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ആ ഒരു ചന്ദനത്തിരി നല്ല രീതിയിൽ തന്നെ പുക ഉണ്ടാവും ചെയ്യും. മാത്രമല്ല കൂടുതൽ സമയം നമുക്ക് കത്തിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് നമുക്ക് പുകയാണല്ലോ മെയിനായിട്ട് വേണ്ടത്. ആ പുക ആണല്ലോ നല്ല സ്മെല്ലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നനച്ചിട്ട് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറേ സമയം നമുക്ക് ആ ഒരു ചന്ദനത്തിരി കത്തി കിട്ടാനായിട്ട് പറ്റും കേട്ടോ.
അതുപോലെ നമ്മുടെ ചന്ദനത്തിരി സന്ധ്യാസമയത്ത് കത്തിച്ചിങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ ആണല്ലോ കുത്തി വെക്കുക, ചുമരിൻ്റെ അല്ലെങ്കിൽ വാതിലിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്ക്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ചിരട്ട ഉണ്ടാവുമല്ലോ, ചിരട്ടയ്ക്ക് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക അടിയിൽ. എന്നിട്ട് നമ്മൾ ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ കുത്തി വെച്ച് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ എവിടെയും ആവാതെ തട്ടാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചിരട്ടയാട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. ആ ചിരട്ടയിലോട്ടേക്ക് ഞാൻ കുറച്ച് പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രീസറിൽ കുറേ കഴിയുമ്പം എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജ് വർക്കിംഗ് ആണല്ലോ. അപ്പോൾ കുറേ കഴിയുമ്പോൾ നല്ല തണുപ്പ് കാരണം ഫ്രീസറിൽ ഐസൊക്കെ ഇങ്ങനെ കുമിഞ്ഞ് കൂടിയിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് ഒരുപാടാവും ചെയ്യും. അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഫ്രീസറിൽ വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ നമ്മളത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റുക. അപ്പോൾ നമുക്കതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ടയിൽ കുറച്ച് പൊടിയിപ്പ് എടുത്തിട്ട് ഇത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഫ്രീസറിൻ്റെ. അങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസ് പെട്ടെന്നൊന്നും പറ്റി പിടിക്കില്ല. നല്ല തണുപ്പും ഉണ്ടാവും ഫ്രീസറിന്. അതുമാത്രമല്ല ഐസ് ഫ്രീസറിൽ കുമിഞ്ഞു കൂടി കിടക്കില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രീസറിൽ എന്ത് മീനോ പാലോ എന്ത് വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. പൊടിയിപ്പ് പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്നതാണ് ചിരട്ടയും പൊടിയിപ്പും. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു മൂലക്ക് ഇതേപോലെ ഒന്ന് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജിലുള്ള സാധനം പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ പച്ചക്കറിയൊക്കെ ഒരുപാട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം അതിനൊരു വാടൽ വന്നു പോവും. ആ ഒരു പച്ചക്കറിക്കൊക്കെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ട് ഒരു വാടിയതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല പുതിയതുപോലെ തന്നെ പച്ചക്കറി ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2-3 ഐസ് ക്യൂബും കൂടെ ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പച്ചക്കറി കുറച്ച് സമയം ഒരു 10 മിനിറ്റെങ്കിലും അതിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് വെക്കട്ടോ. ആ ഒരു തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വെജിറ്റബിൾ നല്ല ഫ്രഷായിരിക്കാനായിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ബീട്രൂട്ടൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഒരു വാടൽ പോലെ ഉണ്ടാവും, ചുക്കി ചുളിഞ്ഞ് ഒരു വാടൽ പോലെ. അപ്പോൾ നമുക്ക് ഈ ഒരു ബീട്രൂട്ടൊക്കെ ഇതേ രീതിയിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായി വരും കേട്ടോ. നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് പച്ചക്കറി കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഉപ്പേരി വെക്കുന്നതിന് മുന്നേ ആയിട്ടിട്ട് ഇതേപോലെ തണുത്ത വെള്ളത്തിൽ, നല്ല തണുപ്പുള്ള വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഒരു 10-15 മിനിറ്റ് ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പച്ചക്കറിയെല്ലാം നല്ല ഫ്രഷായിട്ട് ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത്, നമ്മൾ സാമ്പാറിനൊക്കെ വെജിറ്റബിൾ ഒരുപാട് വാങ്ങിക്കുമല്ലോ. അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു അരമണിക്കൂർ ഇതേപോലെ ഇട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു വലിയ പാത്രത്തിൽ എല്ലാ വെജിറ്റബിൾസും ഇട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് പൊടിയുപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വിനാഗിരിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ, ഉപ്പ് പിന്നെ എന്തായാലും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊരു അരമണിക്കൂർ ഈ ഒരു പച്ചക്കറിയിൽ ഇതേപോലെ ഈ ഒരു വെള്ളത്തിൽ വെജിറ്റബിളെല്ലാം ഇട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു പച്ചക്കറിയിലുള്ള എന്ത് കീടനാശിനി ഉണ്ടെങ്കിലും നമുക്ക് അത് നശിക്കാൻ പറ്റും. അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പച്ചക്കറീൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയുള്ള പച്ചക്കറി ആയിരിക്കും, പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വലിയ തരം പുഴുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു പുഴുകളൊക്കെ നശിപ്പിക്കാനും അതുമാത്രമല്ല എന്ത് ഒരു തരം ബാക്ടീരിയാസും അതേപോലെ എന്ത് മരുന്നടിച്ചിട്ടൊക്കെ ആണല്ലോ നമുക്ക് പച്ചക്കറി കിട്ടുന്നത്, ആ ഒരു വിഷങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇതേപോലെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ തേടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വെജിറ്റബിളും ആയാലും ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ആയാലും എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ നമുക്ക് നല്ല വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.